ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് അശ്വതി രഞ്ജിത്ത്. എല്ലാവരും സുഖമായി സന്തോഷമായി സമാധാനമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്ന വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അതായത് ഞാനൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഇതിൻ്റെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഒക്കെ വീഡിയോ ആയിരിക്കാം. അതായത് അധികം നാളായിട്ടില്ല. അപ്പോൾ ആ വീഡിയോയിൽ ഞാനൊരു സാമ്പിൾ ഡയറ്റ് പ്ലാൻ പോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു കുറച്ച് ദിവസത്തേക്ക് വേണ്ട ഡയറ്റ് പ്ലാൻ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി എന്ന്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനൊരു ഡയറ്റ് പ്ലാൻ വേണം എന്നുള്ള കാര്യം. എന്താണ് ഇൻഫ്ലമേഷൻ, എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാൻ പാടില്ല, അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ, ഇല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് സിംറ്റംസ് എങ്ങനെയാണ്, അതെല്ലാം ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ആ വീഡിയോയും കൂടെ റെഫർ ചെയ്യുക, ഒരുപാട് ഹെൽപ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 5 ദിവസത്തെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് പ്ലാൻ ആണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയാം. അതായത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാം, എന്നിട്ട് നമുക്ക് ഡയറ്റ് പ്ലാനിലേക്ക് നടക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇൻസ്ട്രക്ഷൻസ് ഓർ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ പറയാൻ പോകുന്ന ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്ലസ് വെയിറ്റ് ലോസിനെ സഹായിക്കുന്ന ഒരു ഡയറ്റ് പ്ലാനാണ്. ഈ ഡയറ്റ് പ്ലാനിൽ റൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് റാഗി, മില്ലറ്റ്സ് അതൊക്കെയാണ് നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് വരാൻ പോകുന്നത്. കാരണം വെയിറ്റ് ലോസും കൂടെ മുമ്പിൽ കണ്ടിട്ടാണ് അങ്ങനെ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അതായത് ടെർമറിക് മിൽക്ക്, അതായത് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള പാലില്ലേ, സോ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഡയറി പ്രോഡക്ട്സ് കഴിക്കുമ്പം എന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻസ് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലിന് പകരം നമ്മുടെ കോക്കനട്ട് മിൽക്കില്ലേ, നമ്മുടെ തേങ്ങാപ്പാലില്ലേ, അപ്പോൾ തേങ്ങാപ്പാലിന് ടേർമറിക് മിൽക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് കഴിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഡയറി പ്രൊഡക്ട്സ് കഴിക്കുന്നുണ്ടോ യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ടേർമറിക് മിൽക്ക് കഴിക്കാം. സോ അത് ഞാൻ ഈ ഡയറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടേർമറിക് മിൽക്ക് എന്ന് പറയുന്നത് പ്യുവർ ഗോൾഡ് എന്ന് പറയും, അതായത് ഒരു അടിപൊളി ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡാണ്. സോ അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഫ്രൈഡ് ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കണം. കംപ്ലീറ്റ് ഇൻ ദ സെൻസ് സീറോ ഫ്രൈഡ് ഫുഡ് ആയിരിക്കണം. ഇനിയിപ്പോൾ അത് ഹോം മെയ്ഡ് ആണെങ്കിൽ പോലും നോ ഫ്രൈഡ് ഫുഡ്. അപ്പോൾ അത് ഒരു ഇൻഫ്ലമേഷൻ്റെ പ്രശ്നമുള്ളവർ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഒരു ഇൻഫ്ലമേഷൻ്റെ പ്രശ്നമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഫൈബർ ഇൻടേക്ക് നന്നായിട്ട് കൂട്ടണം. നമ്മുടെ ഡൈജഷൻ്റെ പ്രശ്നങ്ങൾ മാറാനും ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ മാറാനൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിൽ ഫൈബർ മസ്റ്റ് എന്ന് വെച്ചാൽ നല്ല അളവിൽ കഴിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോൾ ഒരു ഇൻഫ്ലമേഷൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് omega-3 ഇൻക്ലൂഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് ഫിഷ് ഒന്നും കഴിക്കുന്ന ഒരാളല്ല, എന്താ പറയുക, നിങ്ങളിപ്പോൾ ഒരു വെജിറ്റേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ഇല്ലെങ്കിൽ ചിയാ സീഡ്സ്, വാൾനട്ട്സ് ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ നിർബന്ധമായിട്ടും നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ നമ്മുടെ സ്പൈസസ് ഇല്ലേ, അതായത് മഞ്ഞൾപ്പൊടി, നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, സിനമൺ, നമ്മുടെ കറുവപ്പട്ട, ഇതെല്ലാം നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമാക്കണം. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ. സോ അതെല്ലാം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഇനി നമുക്ക് ഡയറ്റ് പ്ലാൻ നോക്കാം. അപ്പം നമ്മുടെ ഡേ 1 മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീരക വെള്ളത്തിൽ കുറച്ച് അര നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കുടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ തൈറോയിഡൊക്കെ മെഡിസിൻ കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ മെഡിസിൻ എടുത്ത് ഒരു 40-45 മിനിറ്റിന് ശേഷം മാത്രം ഈ ഡ്രിങ്ക് എടുക്കുക. ഈ ഡ്രിങ്ക് എന്നല്ല, എന്തും ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ഡ്രിങ്ക്സ് എന്തെങ്കിലും എടുക്കുന്നവരായിക്കോട്ടെ, ആ ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം മാത്രം ഇത് കഴിക്കാം. സോ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പുട്ട് കഴിക്കാം. ഇവിടെ ഒരു ബെറ്റർ ഓപ്ഷൻ ആയിട്ട് ഞാൻ പറയാം, മട്ട അരിൻ്റെ പുട്ട് വരില്ല, അതായത് ഈ തവിട് കൂടുതലുള്ള അരിൻ്റെയൊക്കെ പുട്ടാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതിൻ്റെ കൂടെ നമുക്കൊരു ബനാന കഴിക്കാം. സോ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും നമ്മുടെ ഡേ 1 കഴിക്കാം. ഇനി മിഡ് മോർണിംഗ് സ്നാക്ക് എന്ന് പറയുന്നത് ഒരു 11:30 സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, 11-11:30 ആകുമ്പോൾ കഴിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു 5 ആൽമണ്ട്സ് സോക്ക് ചെയ്ത്, തലേദിവസം സോക്ക് ചെയ്ത് 5 ആൽമണ്ട്സ്, 2 വാൾനട്ട്സ്. ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മളെ. സോ ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ഓപ്ഷനാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ഓപ്ഷനാണ്. കൗണ്ട് ഉണ്ട്, അതായത് ഒരു 5 ആൽമണ്ട്സിൽ കൂടരുത്, വാൾനട്ടും 2 എണ്ണത്തിൽ കൂടരുത്. തലേദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴിക്കാം. ലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് മട്ട റൈസ് ഓപ്റ്റ് ചെയ്യുക. നിങ്ങൾ പ്ലെയിൻ വൈറ്റ് റൈസിനെ കഴിഞ്ഞ് മട്ട റൈസ് ഓപ്റ്റ് ചെയ്യുക. സോ മട്ട റൈസ്, അതിൻ്റെ കൂടെ ഈ മുരിങ്ങയിലേൻ്റെ തോരൻ വരില്ലേ, ഇൻ കേസ് മുരിങ്ങയില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള, അതായത് ലീഫി വെജിറ്റബിൾസ് കഴിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ഇലക്കറീൻ്റെ ഒരു തോരൻ
തോരൻ എടുക്കുക. അതിൻ്റെ കൂടെ എന്ത് കറി വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. ഒരുപാട് ഓയിലൊന്നും ഇല്ലാത്ത എന്ത് കറി, സാമ്പാർ, അവിയൽ, ഓലൻ, എന്ത് വേണമെങ്കിലും കഴിക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ബട്ടർ മിൽക്ക്, മോര്, നമ്മുടെ കുറച്ച് ചെറിയ പുളിയുള്ള മോര് കഴിക്കാം. സോ അത് നിങ്ങളുടെ ലഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഈ മോരെന്ന് പറയുന്നത് നല്ലൊരു പ്രോബയോട്ടിക് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ അടിപൊളി ഒരു ഓപ്ഷൻ ആണ് കേട്ടോ. സോ അത് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈവനിങ് സ്നാക്സ്, ഡേ 1 ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്നത് കുറച്ച് ക്യുക്കമ്പർ, കുറച്ച് ക്യാരറ്റ് നന്നായി കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ അതിലേക്ക് ഒരു അര ലെമൺ സ്ക്വീസ് ചെയ്ത് ഇത് ആക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു സാലഡ് പോലെ കഴിക്കുക. ഇനി ഡിന്നർ എന്ന് പറയുന്നത് നമ്മുടെ വെള്ളക്കടലയില്ലേ, അത് നന്നായിട്ട് വേവിച്ചിട്ട് കുറച്ച് കുറച്ച് എണ്ണയിൽ ചെറുതായിട്ട് കടുക് പൊട്ടിച്ച് ഇച്ചിരി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ഇട്ടിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് എരിവിന് പച്ചമുളകും കൂടി ഇട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടലയില്ലേ അതും കൂടി അതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു തോരൻ പോലെയൊക്കെ തോന്നും. അത് ഒരു അടിപൊളി നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിന്നർ ഓപ്ഷനാണ് കേട്ടോ. ഡിന്നർ മാക്സിമം 7 മണിക്ക് മുമ്പ് കഴിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡിന്നർ കഴിക്കുമ്പോൾ നമുക്ക് രാത്രി അധികം വിശക്കത്തൊന്നുമില്ല. സോ അത് കഴിക്കാം. ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് ഇപ്പോൾ ഈവനിങ് സ്നാക്സിന് എടുത്ത പോലെ കുറച്ച് ക്യുക്കമ്പർ കട്ട് ചെയ്തതും കൂടെ, അതായത് എന്തെങ്കിലും ഒരു വെജിറ്റബിൾസും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. ക്യുക്കമ്പർ എടുക്കാം നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ ബീട്രൂട്ട് എടുക്കാം, ഇല്ലെങ്കിൽ ക്യാരറ്റ് എടുക്കാം. ഇതെല്ലാം നമുക്ക് റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്നു. അതും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി ഒരു ബെഡ് ടൈം ഡ്രിങ്ക് ആയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടേമറിക് മിൽക്ക് എടുക്കാം. നന്നായിട്ട് പാല് തിളപ്പിച്ച് അതിൻ്റെ പാട നീക്കിയിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ പാല് കഴിക്കുമ്പോഴോ ഇല്ലെങ്കിൽ ഡയറി പ്രൊഡക്ട്സ് കഴിക്കുമ്പോഴോ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ പാലിന് പകരം നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അതും എഗെയിൻ ഒരു ഹെൽത്തി ഓപ്ഷനാണ്. ഡേ 2 മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ജിഞ്ചർ ടേമറിക് വാട്ടറാണ്. നന്നായിട്ട് ഇഞ്ചി തിളപ്പിച്ച് ഒന്ന് ഗ്യാസൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം നിങ്ങൾക്കത് കുടിക്കാം. ഒരു ചെറു ചൂടോടെ കുടിക്കാം. സോ അതായിരിക്കും ഫസ്റ്റ് നിങ്ങളുടെ മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് റാഗി ദോശ കഴിക്കാം. റാഗി ദോശേൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തിയോ ഇല്ലെങ്കിൽ ടൊമാറ്റോ ചമ്മന്തിയോ എന്ത് വേണേലും നിങ്ങൾക്ക് കഴിക്കാം. ഒരു 2 എണ്ണം റാഗി ദോശ കഴിക്കാം. ഞാൻ ഈ 2 എണ്ണം എന്നൊരു ലിമിറ്റ് വെക്കുന്നത് നമ്മൾ വെയിറ്റ് ലോസും കൂടെ ഇതിൻ്റെ കൂടെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. മിഡ് മോർണിംഗ് സ്നാക്സ് എന്ന് പറയുന്നത് പപ്പായ, 1 ഫുൾ ബൗൾ ഓഫ് പപ്പായ കഴിക്കാം. ഈ പപ്പായ എന്ന് പറയുമ്പോൾ ഈ തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്കൊക്കെ വളരെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ തന്നെ പൊതുവെ എനിക്ക് പപ്പായ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ്. സോ പപ്പായ കഴിക്കാം. ലഞ്ച് നമുക്ക് ചോറ് കഴിക്കാം. ചോറിൻ്റെ കൂടെ നല്ല മീൻകറിയൊക്കെ കഴിക്കാം. ഒരു 2 കറിയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 2 മീൻ വരെ കഴിക്കാം. ഫ്രൈ നമ്മൾ തൊടാൻ പോകുന്നില്ല കേട്ടോ. കാരണം നമുക്ക് ഇൻഫ്ലമേഷൻ്റെ പ്രശ്നം ഓൾറെഡി ഉള്ളതുകൊണ്ട് ഒരു തരത്തിലുള്ള ഫ്രൈസ് നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു മെഴുക്ക് വരട്ടി, അതായത് പയറാവാം, ഇല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഞാൻ പറയട്ടെ, നമ്മുടെ കുമ്പളങ്ങയില്ലേ, ഈ കുമ്പളങ്ങ നമ്മുടെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ തോരനായിട്ടോ ഇല്ലെങ്കിൽ ചാറുകറിയായിട്ടോ എങ്ങനെയും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. സോ നമുക്ക് ലഞ്ചിന് കുമ്പളങ്ങ തോരൻ പോലെയോ ചാറായിട്ടോ ഒക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാം. ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്നത് റോസ്റ്റഡ് ചന വരും. നമ്മുടെ നിലക്കടല, അത് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ അറിയുന്നവർക്ക് ഇത് ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും മാത്രമേ ഇതിൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഇത് വാങ്ങാനും കിട്ടും കേട്ടോ. പൊട്ടുകടല എന്ന് പറയുന്നത് ഇതാണെന്ന് തോന്നുന്നു, എനിക്ക് വലിയ ഉറപ്പില്ല. പക്ഷെ നമ്മുടെ വൈറ്റ് ചന, അത് ചെറിയ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നമുക്കത് വാങ്ങാനായിട്ട് കിട്ടും. സോ അത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് എടുക്കാം. ഡിന്നർ എന്ന് പറയുന്നത് കുറച്ച് അളവിൽ ചോറ്, കാരണം നമ്മൾ ലഞ്ചിനും ചോറ് കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡിന്നർ ചെറിയ അളവിൽ ചോറ് എടുക്കാം. അതായത് ഉച്ചയ്ക്ക് കഴിച്ചതിൻ്റെ പകുതി അളവിൽ ചോറ് എടുത്തോളൂ. അതിൻ്റെ കൂടെ കുറച്ചധികം ചെറുപയർ മുളപ്പിച്ചതാണെങ്കിൽ നല്ലതാണ്. അത് റോ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, സാലഡ് രൂപത്തിൽ എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുളപ്പിച്ചത് തോരൻ വെച്ചിട്ടാണെങ്കിൽ അത് അങ്ങനെ കഴിക്കാം. ഉച്ചയ്ക്കത്തെ കറി നിങ്ങൾക്ക് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. സോ അതായിരിക്കും നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത്. പിന്നെ ഈ ബെഡ് ടൈമിൽ ഞാൻ പറഞ്ഞ ടേമറിക് മിൽക്ക് ഉണ്ടല്ലോ, നിങ്ങൾക്കത് എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുമെങ്കിൽ ഒരു കുഴപ്പമില്ല, കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് ഡേയ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾ ഇതുവരെ അത് ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തൊരു സംഭവമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഓൾട്ടർനേറ്റീവ് ഡേയ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഈ കഴിക്കുമ്പോൾ അതിൻ്റെ പാട നീക്കിയിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്, കാരണം അതിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ കഴിക്കാം. അതിന് ശേഷം ഒരു 1 വീക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് ഡെയിലി നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതും ബെഡ് ടൈമിൽ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. ഡേ 3 നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ സിനമൺ ഇല്ല, നമ്മുടെ കറുവപ്പട്ട ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒന്നെങ്കിൽ തുളസി അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് തുളസി അതിൻ്റെ കൂടെ ഇട്ട് തിളപ്പിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2-3 തുളസി ഇല അതിലിട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം തുറന്ന് അങ്ങനെയും കഴിക്കാം. അപ്പോൾ അതായിരിക്കും നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ്
ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ചെറുപയർ ദോശ. ഈ ചെറുപയർ ദോശ ഉണ്ടല്ലോ, ഞാൻ അതിൻ്റെ ഒരു ഷോർട്സിലും റീൽസിലൊക്കെ കിടപ്പുണ്ട് അതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റാണ്. ഈ ചെറുപയർ ദോശ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നില്ല അയ്യേ ചെറുപയർ ദോശയോ അത് രുചി ഉണ്ടാവുമെന്ന്. പക്ഷെ അന്യായ ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സോ ചെറുപയർ ദോശ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടൊമാറ്റോ ചട്നിയോ ഇല്ലെങ്കിൽ കോക്കനട്ട് ചട്നിയോ എന്ത് വേണേലും കഴിക്കാം. ഇനി മിഡ് മോർണിംഗ് സ്നാക്സ് എന്ന് പറയുന്നത് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി ഏലക്ക ഇല്ലേ, ഏലക്ക കുറച്ച് ഇടിച്ച് ചതച്ച് അതിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിയാ സീഡ്, അതായത് ഒരു 15-20 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വെച്ച 1 സ്പൂൺ ചിയാ സീഡും കൂടെ അതിൻ്റെ കൂടിയിട്ട് കഴിക്കാം. എന്ത് ടേസ്റ്റ് ആണെന്നറിയോ. ടേസ്റ്റിന് മാത്രമല്ല നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്കും കൂടെയാണ് കേട്ടോ. അപ്പം ആ ഒരു ഡ്രിങ്ക് നമുക്ക് മിഡ് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കഴിക്കാം. ഇനി ലഞ്ച്, അതായത് 3rd ഡേയിലെ ലഞ്ചിന് നമ്മൾ എടുക്കുന്ന കീൻവയാണ് കേട്ടോ. ഈ കീൻവ എന്ന് പറയുമ്പം കുറച്ച് പ്രൈസിയാണ്, പക്ഷെ ഈ മില്ലറ്റ്സ് എല്ലാം വളരെ എക്സ്ട്രീംലി ഹെൽത്തിയാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു അരിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്ട്രീംലി ഹെൽത്തിയാണ്. എന്തും ക്വാണ്ടിറ്റി ശ്രദ്ധിച്ച് മാത്രം കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ കീൻവയൊക്കെ നമ്മുടെ ഡയറ്റിൽ മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. സോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കീൻവ എടുക്കാം. ഇനി കീൻവ ഇല്ലെങ്കിൽ കീൻവ പ്രൈസ് ആയതുകൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്സ് എടുക്കാം. ഓട്സ് ഇങ്ങനെ കഞ്ഞി പോലെ ആക്കിയിട്ട് അതിൻ്റെ കൂടെ നമുക്ക് വെണ്ടയ്ക്ക തോരൻ കഴിക്കാം. പിന്നെ ഒരു ചാറുകറി, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താണോ അന്നത്തെ ദിവസം ഉണ്ടാക്കുന്ന പരിപ്പായിക്കോട്ടെ, സാമ്പാറായിക്കോട്ടെ, എന്ത് ചാറുകറിയാണോ അത് കഴിക്കാം. എല്ലാ ദിവസവും മസ്റ്റായിട്ട് ഒന്നെങ്കിലും ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിളിൻ്റെ ഒരു തോരൻ ഉണ്ടാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസിൻ്റെ ഒരു തോരൻ മസ്റ്റായിട്ട് വേണം. കുറച്ച് ഓയിലിൽ കുക്ക് ചെയ്തിട്ടുള്ള ഒരു തോരൻ മസ്റ്റായിട്ട് വേണം. ഒരു ചാറുകറി വേണം. മാക്സിമം ഇതിൻ്റെ കൂടെ നിങ്ങൾ കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്ത്, അതായത് സാലഡോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ അത് അതിൻ്റേതായ ജോലി അത് നമ്മുടെ ശരീരത്തിൽ ചെയ്യും. ഇതെല്ലാം നമ്മുടെ ഹെൽത്തിന് ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്നത് നമുക്കൊരു ഹെർബൽ ടീ എടുക്കാം. ഈ ഹെർബൽ ടീ എന്ന് പറയുന്നത് വലിയ സംഭവമൊന്നുമല്ല. അതായത് മല്ലി തിളപ്പിക്കുക, അതിൻ്റെ കൂടെ കുറച്ച് പെരുംജീരകം ഇട്ട് തിളപ്പിക്കുക, പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അജ്വൈൻ ഇല്ലേ, ഐമോദകം എന്ന് പറയും. അങ്ങനെ ഈ പല രീതിയിലുള്ള ഹെർബ്സ് നമുക്ക് ഇതിൻ്റെ കൂടെ ഇട്ടങ്ങ് തിളപ്പിച്ചാൽ മതി, നമുക്കൊരു ഹെർബൽ ടീ ആകും. ഇനി അത് പറ്റില്ല, അത് അവൈലബിൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ടീ എടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കേണ്ടത് പംകിൻ സീഡാണ്. ഈ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക പംകിൻ സീഡ് കേട്ടോ. അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്, നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഫുഡാണ്. സോ പംകിൻ സീഡ് റോസ്റ്റ് ചെയ്തത് കഴിക്കുക, അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ടീയും കൂടെ എടുക്കുക. ഇതായിരിക്കും ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്നത്. ഇനി ഡിന്നർ എന്ന് പറയുന്നത് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ, മധുരക്കിഴങ്ങ് വരത്തില്ല, നമ്മുടെ നാട്ടിലേക്കൊക്കെ മധുരക്കിഴങ്ങ് എന്നാട്ടോ അതിന് പറയാം, സ്വീറ്റ് പൊട്ടാറ്റോ. അപ്പം അത് കഴിക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യാം. ക്യുക്കമ്പർ, ക്യാരറ്റ്, ബീട്രൂട്ട്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസും കൂടെ കൂടുതലായിട്ട് ആഡ് ചെയ്യാം. സോ മധുരക്കിഴങ്ങ്, നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഈ മധുരക്കിഴങ്ങിൻ്റെ കൂടെ ചമ്മന്തിയൊക്കെ കൂട്ടുന്നവരുണ്ട്, അതായത് മുളക് പൊട്ടിച്ചൊക്കെ കൂട്ടുന്നവരില്ലേ, അങ്ങനെയാണെങ്കിൽ അതെടുക്കാം. പക്ഷേ ഇതെടുക്കുമ്പോൾ പോലും നമ്മുടെ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും കൂടെ മസ്റ്റായിട്ടും ആഡ് ചെയ്യണം. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ടും ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് കേട്ടോ ഈ മധുരക്കിഴങ്ങ്, അതായത് സ്വീറ്റ് പൊട്ടാറ്റോ. പിന്നെ ബെഡ് ടൈം ഡ്രിങ്ക് ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടേമറിക് മിൽക്ക് കഴിക്കാം. ഡേ 4 മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ലെമൺ ഹണി വാട്ടർ ആണ്. അപ്പോൾ അത് കഴിക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ചിയാ സീഡ് 1 സ്പൂൺ ആഡ് ചെയ്യാൻ പറ്റിയ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഈ ചിയാ സീഡ്സ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പം ഓഫ് കോഴ്സ് ഇത് ഭയങ്കര ഹെൽത്തിയാണ്, പക്ഷേ അത്യാവശ്യം കാലറി ഉള്ള സംഭവമാണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം 1 സ്പൂൺ ഇല്ലെങ്കിൽ മാക്സിമം 1.5 സ്പൂൺ എന്നുള്ളതിലേക്ക് സ്റ്റിക്ക് ചെയ്യാം. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ, വെയിറ്റ് ലോസിനൊക്കെ സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ചത് കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. അത്യാവശ്യം കാലറി വരുന്ന സാധനമാണ് കേട്ടോ. ഇനി നമ്മുടെ ഡേ 4 ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റാഗിൻ്റെ പുട്ടോ അല്ലെങ്കിൽ റാഗിൻ്റെ ദോശയോ, ഏതെങ്കിലും റാഗിൻ്റെ ഒരു ഐറ്റം നിങ്ങൾക്ക് എടുക്കുക. ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. ദോശയാണെങ്കിൽ 2 പുട്ടാണെങ്കിൽ ഒരു ഹാഫ് പുട്ട്, അത്രയും കഴിക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചമ്മന്തിയോ ഇല്ലെങ്കിൽ എന്തെങ്കിലും കറിയോ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പോൾ പുട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ബനാന നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അന്നത്തെ ദിവസത്തെ മിഡ് മോർണിംഗ് സ്നാക്ക് എന്ന് പറയുന്നത് നമുക്ക് പോമഗ്രാനറ്റ്, നമ്മുടെ നാട്ടിലേക്കൊക്കെ മാതള നാരകം എന്ന് പറയും, മാതള നാരകം എന്നോ എന്തോ എന്ന് പറയും. അപ്പം ആ സംഭവം ഒരു ഫുൾ ആയിട്ടുള്ള അത്യാവശ്യം ഒരു വലിയ സൈസിലുള്ള ഒരു പോമഗ്രാനറ്റ് നിങ്ങൾക്ക് കഴിക്കാം. ലഞ്ചിന് നമുക്ക് ചോറ് കഴിക്കാം. ചോറിൻ്റെ കൂടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇലക്കറികൾ, ഒരു നല്ല നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന എന്ത് കറിയാണോ ആ കറി എടുക്കാം. ഈ ചോറൊക്കെ കഴിക്കുമ്പം ഉച്ചയ്ക്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറിൻ്റെ അളവിൻ്റെ ഒരു
ആദ്യമൊക്കെ ഒരു 3/4 ഭാഗമായിട്ട് കുറച്ച് വരിക, പിന്നെ അതൊരു അര ഭാഗമായിട്ട് കഴിക്കുക. പക്ഷേ ചോറ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. കാരണം നമുക്ക് കാർബോഹൈഡ്രേറ്റ് നമുക്ക് വേണം. അതാണ് നമുക്ക് എനർജി തരുന്ന സംഭവം എന്ന് പറയുന്നത്. ഇല്ല നമ്മൾ ഭയങ്കരമായിട്ട് വീക്കായി, നമുക്ക് എങ്ങനെയും വെയിറ്റ് കുറച്ചാൽ പോരാ. എങ്ങനെയും വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ വളരെ എളുപ്പം, പട്ടിണി കിടന്നാൽ മതി നമുക്ക് വെയിറ്റ് കുറഞ്ഞോളൂ. പക്ഷെ അതല്ല നമുക്ക് വേണം. നമുക്ക് ഹെൽത്തി ആയിട്ട് കുറയ്ക്കണം, തിരിച്ചു വരാത്ത രീതിയിൽ ആ വെയിറ്റ് കുറയ്ക്കാൻ പറ്റണം. ഓക്കെ, സോ ചോറൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക, ക്വാണ്ടിറ്റി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഈവനിങ് സ്നാക്സ് എന്ന് പറയുന്നത് മിക്സഡ് സീഡ്സിൽ ഈ പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ഈ സീഡ്സ് വരത്തില്ല, ഫ്ലാക്സ് സീഡ്സ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അത് കഴിക്കാം. അതിലൂടെ ഒരു ഗ്രീൻ ടീ കൂടെ കഴിക്കാം. ഇനി ഡേ 4ന്റെ ഡിന്നറിന് നമുക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച അതേ സംഭവം റിപ്പീറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയർ മുളപ്പിച്ചത്, പിന്നെ കുറച്ച് വെജിറ്റബിൾസ്. ഇപ്പോൾ പുട്ടാണെങ്കിൽ പുട്ട്, അതിൻ്റെ കൂടെ കുറച്ച് ചെറുപയർ മുളപ്പിച്ചത്, റോ ആണ് കേട്ടോ പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം. ഈ ഫുഡൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കൂടുതൽ അങ്ങ് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഒരു ദിവസം നിങ്ങൾക്ക് ഒരു മീലെങ്കിലും റോ ആയിട്ട്, അതായത് സാലഡ്സ് പോലെ കഴിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അത് നമ്മൾ ഡിന്നറിൽ, കാരണം നമുക്ക് ഡിന്നർ എപ്പോഴും കുറച്ച് ലൈറ്റർ ആയിരിക്കണമല്ലോ, സോ ഡിന്നറിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ അടിപൊളിയായിരിക്കും. നിങ്ങൾക്കിപ്പോൾ പറ്റുവാണെങ്കിൽ വെറും ഒരു സാലഡിൽ മാത്രമായിട്ട് നിങ്ങളുടെ ഡിന്നർ നിർത്താൻ പറ്റുവാണെങ്കിൽ ഭയങ്കര നല്ല ഓപ്ഷനാണ്. അതായത് കുക്ക് ചെയ്യാത്ത ഒരു മീലെങ്കിലും ഒരു ദിവസം ഒരു മീലെങ്കിലും കുക്ക് ചെയ്യാത്തത് നിങ്ങൾ കഴിക്കുക. ഇനി ഡേ 5ന്റെ നമ്മുടെ മോർണിംഗ് ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഉലുവ വെള്ളം കഴിക്കുക. ഒരു 2 ഗ്ലാസ് വെള്ളം എടുക്കുക, അതിലേക്ക് ഒരു 1.5 സ്പൂൺ ഉലുവ ഇടുക. ആ 2 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് ആവുന്നോളം വരെ നന്നായിട്ട് തിളക്കട്ടെ, എന്നിട്ട് ചൂടാറിയിട്ട് അത് കുടിക്കാം. ഇനി ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് 2 ഓപ്ഷൻസ് പറയാം. ഒന്ന്, കീൻവ വെച്ചിട്ട് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ഡേ കഴിച്ച പോലെ റാഗി കൊണ്ടുള്ള എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ഇനിയിപ്പോൾ അത് റാഗി കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം. ഇതിലെന്തെങ്കിലും ഒന്ന് റാഗിൻ്റെ ഐറ്റം, ഒന്നെങ്കിൽ കീൻവ അല്ലെങ്കിൽ റാഗി, ഇതിലേതെങ്കിലും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം. ഇനി മിഡ് മോർണിംഗ് സ്നാക്സ് എന്ന് പറയുന്നത് 2 ഡേറ്റ്സ്, അതിൻ്റെ കൂടെ സൺഫ്ലവർ സീഡ്സും കൂടെ ആഡ് ചെയ്തിട്ട് മിഡ് മോർണിംഗ് സ്നാക്സ് ആയിട്ട് കഴിക്കാം. ഇനി ലഞ്ചിന് നമുക്ക് മില്ലറ്റ് കഴിക്കാം. അതായത് തിന ഈസിലി അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് അത് ഒരു 1/2 കിലോ ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്ന നമുക്ക് ഒരുപാട് സമയം അത് യൂസ് ചെയ്യാനുള്ളതുണ്ട്. കാരണം കുറച്ച് മതിയാവും, നമുക്ക് ഒരാൾക്കുള്ളത് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ തീരെ കുറച്ച് മതിയാവും. സോ ആ തിന വെച്ചിട്ട് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ റൈസ്, നമ്മൾ വെജിറ്റബിൾ റൈസ് ഒക്കെ ഉണ്ടാക്കില്ലേ, പുലാവ് പോലെയൊക്കെ, അങ്ങനെ എന്തെങ്കിലും ഡിഷ് ട്രൈ ചെയ്യാം. ഇല്ലെങ്കിൽ അത് വെറുതെ വേവിച്ച് നമുക്ക് കേർഡ് റൈസ് പോലെയൊക്കെ, കേർഡൊക്കെ ആഡ് ചെയ്ത് കുറച്ച് പൊമഗ്രാനൈറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് മല്ലിയിലേക്ക് ഇട്ടിട്ട് കേർഡ് റൈസ് പോലെ കഴിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു റെസിപ്പി, ഇല്ലെങ്കിൽ അത് വെറുതെ വേവിച്ച് സാധാരണ ഒളിച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് അതിൻ്റെ കൂടെ നമുക്ക് അന്നത്തെ ദിവസം വീട്ടിലുണ്ടാക്കുന്ന എന്ത് കറിയാണോ ഇല്ലെങ്കിൽ തോരനോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അന്നത്തെ ദിവസത്തെ ലഞ്ച് കഴിക്കാം. ഈവനിങ് സ്നാക്സിൽ നമുക്ക് യോഗട്ട്, അതിൻ്റെ കൂടെ കുറച്ച് പൊമഗ്രാനൈറ്റ് സീഡ്സില്ലേ അതിട്ടിട്ട് കഴിക്കാം. ഇത് നല്ലൊരു, ഈ യോഗട്ട് എന്ന് പറയുമ്പോൾ പ്ലെയിൻ എടുക്കണം, ഫ്ലേവേർഡ് കഴിക്കരുത്. പ്ലെയിൻ ആയിട്ടുള്ള യോഗട്ട്, അതിലേക്ക് ഈ പൊമഗ്രാനൈറ്റ് ഇട്ട് കഴിച്ചാൽ അടിപൊളി, നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഇഷ്ടപ്പെടും. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സ്നാക്സ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് പൊമഗ്രാനൈറ്റ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ യോഗട്ട്, അതിൻ്റെ കൂടെ ഒരു 1 ആപ്പിൾ കട്ട് ചെയ്തിട്ട് അത് കഴിച്ചാലും മതി. ഇതും അടിപൊളിയായിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഫ്ലാക്സ് സീഡ്സ്, കുറച്ച് സീഡ്സ് ഇല്ല, മിക്സ് ഓഫ് സീഡ്സ് ആയിരുന്നില്ല, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അതും കൂടെ കഴിക്കാൻ പറ്റുകയാണെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലായിരിക്കും. സോ അങ്ങനെ എന്തെങ്കിലും യോഗർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്നാക്സ് കഴിക്കാം. ഡിന്നർ അഗെയിൻ നമ്മൾ നമ്മുടെ വെള്ളക്കടല, പുഴുങ്ങിയെടുത്ത വെള്ളക്കടലയും കൊണ്ടൊരു സാലഡ് ഉണ്ടാക്കാം. ഈ വെള്ളക്കടലേൻ്റെ സാലഡ്സ് കുറേ ഞാൻ എൻ്റെ യൂട്യൂബിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വെറുതെ കടല വേവിക്കുക, വേവിച്ചെടുത്ത കടലയിലേക്ക് കുറച്ച് ക്യുക്കമ്പർ, കുറച്ച് ക്യാരറ്റ്, കുറച്ച് മല്ലിയില, കുറച്ച് എന്താ പറയുക കുരുമുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, നമുക്ക് എന്ത് ഫ്ലേവറാണോ വേണ്ടത് ആ ഫ്ലേവറിനുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് തൈരോ യോഗട്ടോ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സാലഡ് റെഡിയാണ് കേട്ടോ. അപ്പോൾ അത് മാത്രം കഴിച്ചിട്ട് ഡിന്നർ അവസാനിപ്പിക്കാം. ആൻഡ് അഗൈൻ ബെഡ് ടൈമിൽ നമുക്ക് ടേമറിക് മിൽക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഡേ 5ന്റെ ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ലേ, ഇപ്പോൾ മിഡ് മോർണിംഗ് സ്നാക്സിന് എനിക്ക് എന്തെല്ലാം ഓപ്ഷൻസ് കഴിക്കാം, ലഞ്ചിന് എന്തൊക്കെ കഴിക്കാം, ഡിന്നറിന് എന്തൊക്കെ കഴിക്കാം, ആ ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ മില്ലറ്റ്, ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഇതാണ് ഈ മില്ലറ്റ് എന്നൊക്കെ പറയുന്നത്. മസ്റ്റായിട്ടും നമുക്ക് റൈസിനെ കഴിഞ്ഞും ഒരുപാട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ മില്ലറ്റൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം. കുറേ വെജിറ്റബിൾസ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫൈബർ, ഒത്തിരി ഫൈബർ നമുക്ക് ആവശ്യമുണ്ട്. കാരണം ബ്ലോട്ടിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവും, ഈ ഇൻഫ്ലമേഷൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടാവും, ഡൈജഷൻ്റെ പ്രശ്നം ഉണ്ടാവും. അതൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഫൈബർ എന്തിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന നമ്മുടെ ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നൊക്കെ.
അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഡയറ്റ് പ്ലാനാണ്. അതിൻ്റെ കൂടെ തന്നെ വെയിറ്റ് ലോസും കൂടെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ്. ഇതെന്തായാലും ഒത്തിരി ഹെൽപ്ഫുൾ ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കിപ്പം എന്തെല്ലാം ഫുഡ് കഴിക്കാം, എന്തെല്ലാം ഫുഡ് കഴിക്കേണ്ട എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോയും കൂടെ ചെക്ക് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ മെൻഷൻ ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിച്ചാൽ മതി, ഞാൻ റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഓൾസോ കണക്ട് വിത്ത് മീ ഇൻ ഇൻസ്റ്റാഗ്രാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം. ദിസ് ഇസ് അശ്വതി രജത് സൈനിങ് ഔട്ട്. ടാറ്റാ.